സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ഒ.പി. ബഹിഷ്കരണം 5ാം ദിവസവും തുടരുന്നു. സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ശമ്പള കുടിശ്ശികയുടെ കാര്യത്തിൽ തീരുമാനമാകാതെ സമരത്തിൽ നിന്നും പിന്നോട്ട് പോകില്ലെന്നാണ് KGMCTയുടെ നിലപാട്. പല ഘട്ടങ്ങളിലായി സർക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. തിങ്കളാഴ്ച മുതൽ ഒ.പി. ബഹിഷ്കരണവും വ്യാഴാഴ്ച മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും ബഹിഷ്കരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം 100ഓളം ശസ്ത്രക്രിയകൾ മുടങ്ങിയതായാണ് അനൌദ്യോഗിക കണക്ക്. ശമ്പള കുടിശ്ശിക നൽകുന്നതിന് തടസ്സമില്ലെന്ന നിയമോപദേശം ലഭിച്ചിട്ടും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നാണ് KGMCTയുടെ ആരോപണം. നമ്മൾ നിലവിൽ പ്രഖ്യാപിച്ച സമരപരിപാടികളുമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ മുന്നോട്ട് പോകും. സർക്കാർ ഈ രീതിയിൽ നിഷേധാത്മകമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ സമരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. നമ്മുടെ കൂട്ടാനായിട്ട് PG ഡോക്ടർമാർ വന്നപ്പോൾ അവരെ കാര്യങ്ങൾ മാത്രം അനുവദിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ഇത്രയും മാസങ്ങളായിട്ട് നടക്കുന്ന സമരത്തിൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ ഉള്ള രീതിയിലാണ് സർക്കാരിൻ്റെ പോക്ക്. KGMCTക്ക് പിന്തുണ പ്രഖ്യാപിച്ച് PG ഡോക്ടർമാർ സമരപ്രഖ്യാപനം നടത്തിയെങ്കിലും ആരോഗ്യവകുപ്പുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പിൻവലിച്ചിരുന്നു. നിലവിൽ മെഡിക്കൽ കോളേജ് OPയിൽ എത്തുന്ന രോഗികളെ പരിചരിക്കുന്നത് PG ഡോക്ടർമാരാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്നും അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ഫെബ്രുവരി 26 മുതൽ അനിശ്ചിതകാലത്തേക്ക് എല്ലാ പരീക്ഷാ ജോലികളും ബഹിഷ്കരിക്കുന്ന സമരത്തിലേക്ക് കടക്കാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.